മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ലോകത്ത് ഒരാൾക്ക് മാത്രമേ പറയുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് മഹാത്മാഗാന്ധിക്ക് മാത്രമാണ്. സ്വന്തം ജീവിതം കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയ ജീവിതം ഹോമിക്കപ്പെടുമ്പോൾ നിങ്ങൾ എൻ്റെ ജീവിതം സന്ദേശമായി കാണൂ എന്ന് പറയുവാൻ ധൈര്യം ലോകത്ത് മറ്റാർക്കാണ് ഉണ്ടായിട്ടുള്ളത്. ആ പാരമ്പര്യത്തെ പിന്തുടർന്നവരാണ് നമ്മൾ. മഹാത്മാഗാന്ധി എന്നൊരു മഹാപുരുഷൻ ഒരു പക്ഷേ കാലം കുറച്ച് കഴിഞ്ഞു പോകുമ്പോൾ ഇങ്ങനെയൊരു മനുഷ്യൻ ജീവിച്ചിരുന്നോ എന്ന് വരും തലമുറ സംശയിക്കും എന്നാണ് പലപ്പോഴും പലരും പറഞ്ഞിട്ടുള്ളത്. അത് ഓർമ്മപ്പെടുത്തുക. വലിയ ശാസ്ത്രജ്ഞന്മാർ പോലും ഒരു വേഷ്ടി മാത്രം ചുറ്റിക്കൊണ്ട് അദ്ദേഹം യാത്ര ആരംഭിക്കുമ്പോൾ, ബ്രിട്ടീഷുകാരുമായി സമ്മതിക്കുമ്പോൾ അദ്ദേഹം ആദ്യം ബ്രിട്ടീഷുകാരെ അഭിസംബോധന ചെയ്യുമ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞു, കൺട്രി ഫെലോ, വസ്ത്രമില്ലാതെ വന്ന കൺട്രി ഫെലോ, പകുതി വസ്ത്രം മാത്രമാണെന്ന് ഗാന്ധി ധരിക്കുന്നത്. നാം ഓർക്കണം, എന്തുകൊണ്ട് ഗാന്ധി അല്പനഗ്നനായ ഭക്തികളായി മാറി എന്ന് നാം അറിഞ്ഞിരിക്കണം. പാവപ്പെട്ട ജനങ്ങൾക്ക്, താഴ്ന്ന ജാതിക്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർക്ക് ക്ഷേത്രപ്രവേശനം പോലും വിലക്കിയിരുന്ന കാലഘട്ടത്തിൽ മറ്റുള്ള ഉന്നത ജാതിക്കാർ കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടി വഴി മാറി എന്നുകൊണ്ട് മാറുന്ന ആ അവകാശങ്ങൾ അത് നിങ്ങൾ പ്രാവർത്തികമാക്കണം. ഇങ്ങനെ കേരളത്തിന്റെ മണ്ണിൽ അദ്ദേഹം പലപ്പോഴും സഞ്ചരിച്ചിട്ടുണ്ട്. ഇന്ത്യ മുഴുവൻ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഒന്ന് മാത്രമാണ്: ഉടുതുണിക്കും മറുതുണിയില്ലാത്ത ഒരു ജനത. അതാണ് ഭാരതത്തിന്റെ കുട്ടികൾ, ഭാരതത്തിന്റെ അമ്മമാർ. ഗാന്ധി ഫിലിമിൽ അത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നു. അതായത് മുകളിലത്തെ കുളിക്കടവിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഗാന്ധി തൊട്ട് താഴെ ഒരു പെൺകുഞ്ഞ് കുളി കഴിഞ്ഞ് നിൽക്കുമ്പോൾ മാറു മറയ്ക്കാൻ വസ്ത്രമില്ലാതെ രണ്ട് കൈകൾ കൊണ്ട് നെഞ്ചു ചേർത്ത് പിടിക്കുന്ന രംഗമുണ്ട്. അത് കണ്ട ഗാന്ധി അദ്ദേഹത്തിന്റെ വേഷ്ടിയ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അത് ഒഴുകി ഈ പെൺകുഞ്ഞിന്റെ അടുക്കിലെത്തുമ്പോൾ അത് മാറോട് ചേർത്ത് പിടിച്ചത് ഗാന്ധിയെ നോക്കി തൊഴുന്ന രംഗമുണ്ട്. അതായിരുന്നു നമ്മുടെ ഭാരതം. ഒന്നുമില്ലായ്മയിൽ നിന്ന് വസ്ത്രമില്ലാത്ത ഒരു കാലഘട്ടം, ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്ത് ആയുധമില്ലാതെ നേടിയെടുത്തൊരു മഹാപുരുഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു ഗാന്ധിജി. അപ്പൊ ഇപ്പോഴാണ് രോഗി ആരാണ് പരിചരിക്കുന്നത് എന്ന് ഒന്നറിയാം എന്ന് കരുതി കടന്നു വരുമ്പോൾ മഹാത്മാഗാന്ധി ആ രോഗിയെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നു. അതായിരുന്നു ഗാന്ധി. ആരോടും പറയാതെ, പരിഭവവും പരാതിയുമില്ലാതെ കടന്നുപോയി മഹാപുരുഷൻ. ആദ്യം കൺട്രി ഫെലോ എന്ന് പറഞ്ഞ ഗാന്ധിജിയെ ബ്രിട്ടീഷുകാർ അവസാനം എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്തു. ഗാന്ധി അർത്ഥനഗ്നനായ ഗാന്ധിജി കടന്നു വരുമ്പോൾ ബ്രിട്ടീഷ് മേധാവികൾ ഗാന്ധിയെ സല്യൂട്ട് ചെയ്തു. അവിടെയാണ് ഗാന്ധിയുടെ ആ എന്താ പറയുന്ന ശാസ്ത്രീയമായ മനസ്സ്, ആ ഉറപ്പ്, അത് എൻ്റെ കുട്ടികൾ ഏറ്റുവാങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും പലരും നമ്മളെ പുച്ഛിച്ചേക്കാം, തള്ളിപ്പറഞ്ഞേക്കാം, കുറ്റപ്പെടുത്തിയേക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങളുടേതായ ഒരു സെൽഫ് നിങ്ങൾക്കുണ്ടാകണം. ഏത് പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. അതുണ്ടാവട്ടെ എന്നാണ് ഈ ദിനത്തിൽ എനിക്ക് പറയുവാനുള്ളത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വാക്കുകൾക്കപ്പുറമാണ്. അത് മനുഷ്യന്റെ മനസ്സിന്റെ സാങ്കേതികമായ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ ചിന്തകളിലൂടെ വരുന്ന ഒന്നാണ്. ആ സ്വാതന്ത്ര്യ ബോധം അത് ഉപയോഗിക്കുമ്പോൾ മറ്റൊരാൾക്ക് അസ്വാതന്ത്ര്യം ഉണ്ടാക്കാത്ത രീതിയിൽ ഒരു സമൂഹത്തിന്റെ ഭാഗമായി അവരോട് ചേർന്ന് നിൽക്കുവാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.